എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റെല്ലാം നല്ല ഹൈയിൽ ഓപ്പണിംഗ് ആയി തിരിച്ച് കുറച്ച് ഇറങ്ങി വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും ഹൈയിലോട്ട് തന്നെ പോകുമായിരുന്നു. അപ്പോൾ നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗ്യാപ്പ് 150 പോയിൻ്റ് കൂടുതലോളം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ നോക്കി 22,146 ഓപ്പണിങ് 22,335 ആ റേഞ്ചിലോട്ടാണ് ഓപ്പണിങ് ആയത്. 170 ആ റേഞ്ചിലോട്ടൊക്കെയാണ്. എന്നിട്ട് കുറച്ച് അതിൻ്റെ ആ ഓപ്പണിങ്ങിൽ അത്രയും ഹൈയിൽ വരുമ്പോൾ ഒരു സെല്ലിങ് പ്രഷർ വരും. അതിൻ്റെ ആയിട്ടുള്ളൊരു സെല്ലിങ് വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും കയറി പുതിയ ഹൈയിൽ പോകുമായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഹൈ ഓപ്പണിങ് വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ സപ്പോർട്ട് എടുത്തു തിരിച്ച് കയറിപ്പോയി. ഇതിനകത്ത് 20 EMA വെച്ച് ചെയ്യുന്നവർക്ക് നല്ല ചാൻസ് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 47,832 എടുത്താൽ 48,000 വരെ ഒരു മൂവ്മെൻറ്റ് 20 EMA വെച്ച് ആൾക്കാർക്ക് കിട്ടുമായിരുന്നു. പിന്നീട് വേൾഡ് മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഡോ ജോൺസ് പ്ലസിലാണ്, നാസ്ഡക്ക് മൈനസിലാണ്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റെല്ലാം പ്ലസിലുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ജസ്റ്റ് ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാ മാർക്കറ്റും ഏകദേശം എല്ലാം നല്ല പ്ലസ്സിൽ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം നടന്നത്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. ഇത് കണ്ടില്ലേ, നിഫ്റ്റി 0.86% പ്ലസ്, ബാങ്ക് നിഫ്റ്റി 0.74. പിന്നെ നമ്മൾ 17 ഷെയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 17 ഷെയറിൽ ലാസ്റ്റിൽ കാണുന്ന മൈനസിൽ കാണുന്ന ഷെയർ GSPയിൽ നടന്ന ഈ ഷെയർ സെല്ലിങ്ങിന് വേണ്ടിയല്ല എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നാളെ രാവിലെ ഒരു ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് തിരിച്ച് ഈ പ്രീവിയസ് ഡേ ലോയുടെ മുകളിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. അത് ബൈ ചെയ്യാം ഈ ഷെയർ. അന്നേരം വന്നിട്ടുള്ള ലോയുടെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ആവറേജിന് താഴെ 2 ഷെയർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു 1% അടുത്ത് BF ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഷെയർ. അപ്പം ഈ ഹൈ അടിക്കാതെ ഇറങ്ങുവാണെങ്കിൽ നമുക്കിപ്പം 590, 95 രൂപയൊക്കെ പോയിട്ട് 89 താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അതുപോലെ സോളാറായാലും 590, 95 റേഞ്ചൊക്കെ പോയിട്ട് ഈ ആവറേജ് ലെവൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കും. സെല്ലിങ് ചാൻസ് എടുത്തിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിനകത്ത് 4 ഷെയറോളം, ഈ 4 ഷെയറുകൾ വന്നിട്ട് 20% അപ്പണം. അപ്പോൾ ഓപ്പണിങ്ങിൽ ഈ ഷെയറിനകത്ത് കൂടുതൽ ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നാലും ഒരു 5% മുകളിലുള്ള ഏത് റേഞ്ചാണോ ഉള്ളത്, ഈ R1 R2 ഏത് റേഞ്ചാണോ ഉള്ളത്, ആ റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ചാൻസ് എടുക്കാം. ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നീട് കൂടുതൽ ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഈ GSPയിൽ ബൈങ്ങിന് നല്ല ചാൻസാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ ജസ്റ്റ് ഡയൽ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വാബാഗ് എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയറും പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിൽ നിന്നൊക്കെ താഴെപ്പാൻ നല്ല ചാൻസാണ്. അപ്പോൾ അങ്ങനെ വന്നിറങ്ങുന്ന കണ്ട നമ്മൾ സെല്ലിങ് ചാൻസ് എടുക്കുക. ഈ അസാർ എന്ന് പറഞ്ഞ ഷെയറിനകത്തും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഡൗൺ ഓപ്പണിംഗ് വന്ന് തിരിച്ച് കയറുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കയറി പോകും. 1,000 രൂപ ടച്ച് ചെയ്യാനുള്ള ഒരു പോക്ക് പോകും ഈ അസാർ എന്ന് പറയുന്നത്. അതല്ല ഹൈ ഓപ്പണിംഗ് വരുവാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ R1 പോയിട്ട് വരുന്ന വെയിറ്റ് ചെയ്യുക. ഈ ആദ്യത്തെ ഈ 3-4 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്ന് വേണം ചെയ്യാൻ. ഹെവി മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഇരുന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള ചാൻസ് എടുക്കാവൂ. അതുപോലെ SW സോളാർ ശ്രദ്ധിക്കുക. അത് 10% അപ്പർ സർക്യൂട്ടായിരുന്നു. അത് വന്നിട്ട് നോക്കുക. അത് എനിക്ക് തോന്നുന്നു എൻ്റെ നോക്കട്ടെ, അതിൻ്റെ ഇത് കണ്ടില്ല, 52 വീക്ക് ഹൈ 647. ഈ ലെവലും 647. SW സോളാർ അതിൻ്റെ R1 കണ്ടില്ല 644. അപ്പോൾ ഈ 650-55 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 647 കട്ട് ചെയ്ത് 44 താഴോട്ട് പോയാൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും സെല്ലിങ്ങിന് വേണ്ടിയുള്ളത്.
പിന്നീട് ത്രിവേണി, ടി ഡി പവർ സിസ്റ്റമൊക്കെ നല്ല ചാൻസ് കിട്ടും. ലെവൽ വന്നിറങ്ങുവാണെങ്കിൽ ഈ ഷെയറിനകത്തൊക്കെ എല്ലാം നല്ല വോളിയത്തിലുള്ള ഷെയറുകളാണ്, പേടിക്കേണ്ട ഷെയറുകളൊന്നുമില്ല. പിന്നെ ഹെവി മൂവ്മെൻ്റ് ഉള്ള ഷെയറാണ് ഇച്ചിരി ഒന്ന് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഷെയറിനകത്തും നമ്മൾ പറയുന്ന രീതിയിലൊന്നുമില്ല. പ്രീവിയസ് ഡേ ഹൈ R1, R2, R3 ഏത് ലെവലിൽ പോയിട്ടാണോ ഫസ്റ്റ് തിരിയുന്നത് എൻട്രി എടുക്കുക, സെല്ലിങ് എടുക്കുക, ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. GSPയിൽ മാത്രം താഴെ നിന്ന് മുകളിലോട്ട് കയറുമ്പം പ്രീവിയസ് ഡേ ലോയുടെ മുകളിൽ കയറി ട്രേഡിങ് കണ്ടാൽ ബൈ ചെയ്യുക, താഴത്തെ അതിൻ്റെ ലോ അടിച്ചേക്കുന്നിടത്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർസ്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ഒരു 3-4 ഷെയർ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ 11 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരു 8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഷെയർ ഞാൻ കാണിക്കാം. സോളാര, എന്ന് പറയുന്ന ഷെയർ നല്ല ഓപ്പണിങ്ങിൽ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ആ ഷെയർ നല്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇതിനകത്ത് പണി കിട്ടും. പക്ഷേ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 പോയി അടിച്ചു. R1 താഴെ ഇറങ്ങി നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ ഒരു 586 റേഞ്ച് എൻട്രി എടുത്താൽ 68 വരെ വരുന്നുണ്ട്. ഏകദേശം 18 രൂപ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഹൈ അടിക്കാതെ മുകളിൽ പോയി തിരിച്ച് വീണ്ടും R1 താഴെ ഇറങ്ങി. R1 താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് 587 579 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ വന്നു വരുമ്പോൾ അത് പോയി ഹൈ അടിച്ചു, പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്നതെന്ന് വെയിറ്റ് ചെയ്യുക, അതല്ല എങ്കിൽ താഴോട്ട് ഇറങ്ങുന്നതെന്ന് അടുത്ത് ഈ ലെവലിൽ തിരിച്ചിറങ്ങുകയാണെന്ന് നോക്കുക. ഇത് ഈ ലെവലിൽ വന്ന് തിരിച്ച് ഈ ലെവലിൽ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് ഹൈ അടിക്കുന്നില്ല, തിരിച്ച് വീണ്ടും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈയുടെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റത്തുള്ളൂ. ഇവിടെ കട്ടായി, ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഈ ഹൈയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മളെ ഫുൾ കൺഫ്യൂഷനാക്കും. തിരിച്ച് കയറി വരുന്നുണ്ട്, തിരിച്ച് വീണ്ടും ഇറങ്ങുന്നുണ്ട്, തിരിച്ച് വീണ്ടും കയറി വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ ഇവിടുന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് 87 റേഞ്ച് എന്നത് 74 ആ റേഞ്ചിലോട്ട് വന്ന് കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നല്ല ചാൻസ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ മൂവ്മെൻറ്റിൽ ചിലപ്പോൾ ആൾക്കാർക്ക് പുതിയതായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പേടിച്ചിട്ട് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം DSSL എന്ന് പറയുന്നൊരു ഷെയർ, DSSL ഓപ്പൺ ഇതിവിടെ ഒരു ക്യാൻഡിലുണ്ട്, അതാ ഇതുകൊണ്ട് കാണാതിരിക്കും. ഞാൻ CPR ഹൈഡ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഈ 465 ഈ റേഞ്ചിൽ പോയിട്ടത് കറക്റ്റ് ഇന്നത്തെ ആ ഒരു ഹൈ അടിച്ചിട്ട് നേരെ തിരിച്ചിറങ്ങി. ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കും. ഞാൻ ഈ എൻട്രി കണ്ടിട്ട് പക്ഷേ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് നമ്മളൊരു എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ 4460 58 ആ റേഞ്ചിലോട്ടൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് 1307 വരെ നല്ല ഹെവി പ്രോഫിറ്റ്, അതായത് 150 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റാണ് ആ ഒറ്റ ഷെയറിൽ അത് കാണിക്കുന്നത്. പിന്നെ അത് ആവറേജ് വന്ന് വീണ്ടും തിരിച്ചിറങ്ങുമായിരുന്നു. അതിനുശേഷം TVSC എന്ന് പറയുന്നു ഈ ഷെയർ, ഇത് കണ്ടിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഡേ ഹൈയും R1 അത് ഗ്യാപ്പുണ്ട്. R1 അടിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് എൻട്രി എടുക്കും. ഇവിടെ ഒരു 93-94 റേഞ്ചിൽ എൻട്രി എടുത്താൽ നോക്കിയാൽ 177 വരെ വരുന്നുണ്ട്. 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട് ഇത്ര ചെറിയ ഷെയറിനകത്ത്. പിന്നെ ഇത് രണ്ടും അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺഫേം ട്രെൻഡ് ആകും. ഒരു ലെവലുണ്ട്, മുകളിൽ നിന്ന് അടുത്ത ലെവലിൽ പോയാൽ കൺഫേം ട്രെൻഡ് ആകും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആവറേജ് ആണെങ്കിൽ അവിടെ നമുക്ക് എൻട്രി എടുത്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. പക്ഷേ ഇതിൻ്റെ ആവറേജ് താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വേണേലും എൻട്രി എടുക്കാൻ കുഴപ്പമില്ലായിരുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടിയതിന്. അതിനുശേഷം നമുക്ക് ഉജ്ജീവൻ എന്ന് പറയുന്നൊരു ഷെയർ, ഉജ്ജീവൻ ഫൈനാൻസ്. ഓപ്പണിങ് നേരെ ഇവിടം വരെ ഹൈ അടിച്ചു ഇവിടെ ഇറങ്ങി, അടുത്ത ലെവലിൽ പോകാതെ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 577 എൻട്രി എടുത്താൽ 557 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ആ റേഞ്ചിൽ തന്നെ ക്ലോസിംഗ് ടൈം വരെ ട്രേഡിങ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് ടൈമിൽ കുറച്ച് കയറി വന്നിട്ടുണ്ട്. പിന്നെ ഐനോക്സ് വിൻഡ് എന്ന് പറയുന്ന ഷെയർ, ഐനോക്സ് വിൻഡ്
ഓപ്പണിങ്ങിൽ R1 അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി. പക്ഷേ നമുക്ക് ഇവിടെ ഒരു എൻട്രി 577 എൻട്രി എടുത്താൽ നമുക്ക് 569 7-8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് ശേഷം അത് നേരെ പോയി R1 പുതിയ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങി. തിരിച്ച് 590 റേഞ്ചിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു എൻട്രി എടുത്താൽ ഒരു 6-7 രൂപ ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വീണ്ടും അത് ഹൈയിലാണ് പോയി ക്ലോസ് ആകുന്നത്. അപ്പോൾ നാളെ ഇതിനകത്ത് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ ഷെയറിനകത്ത്. അതിനുശേഷം ജസ്റ്റ് ഡയൽ എന്ന് പറഞ്ഞ ഷെയറിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഡയൽ ഓപ്പണിങ്ങിൽ R1 അടുത്ത് വരുമ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. 1077 നമുക്ക് 1054 വരെ കിട്ടുന്നുണ്ട്. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ തിരിച്ചിത് കയറി നമുക്ക് 20 EMA വെച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ എൻട്രി കിട്ടി നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് ബൈ ചെയ്തും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് 20 EMA വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഷെയർസിനകത്തെല്ലാം ബൈയിങ് ചാൻസ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഫ്രണ്ട്സിനും എടുക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ പറയുന്ന രീതി ചെയ്താൽ എല്ലാവർക്കും ചില ഷെയറിനകത്ത് ലോസ് വരും, പക്ഷേ എങ്കിൽ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നാളത്തെ ദിവസം നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.